ഇന്ന് നമ്മുടെ ചലഞ്ചിന്റെ 9ാമത്തെ ദിവസമാണ്. എല്ലാ ദിവസത്തെയും പോലെ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾ കുറച്ച് തിരക്കുള്ള ആളായതുകൊണ്ടേ ആത്മാർത്ഥത കൂടുതലാണ്. എല്ലാ ദിവസവും നേരത്തെ വരും. വർക്കൗട്ട് മുഴുവനായിട്ട് എപ്പോഴും ചെയ്യൂടാ, മടിയൊന്നും കൂടാണ്ട് പറഞ്ഞ ടൈമിൽ തന്നെ ഓടി എത്തിച്ചോളും. അപ്പൊ അത് ഉള്ള കാരണം കൊണ്ട് തന്നെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ പോലെ വാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് നമ്മൾ കോർ വർക്കൗട്ടാണ് ചെയ്യുന്നത്, ആപ്സിനുള്ള വർക്കൗട്ട്. ഒരു 10-15 ഡിഫറെൻറ്റ് ആപ്സിനുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർ മസിൽ സ്ട്രെങ്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 കിലോമീറ്റർ ഒക്കെ ഓടുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ഓടി എത്താത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ആപ്സ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓടാൻ പറ്റും. നമ്മൾ സ്പീഡാക്കി ഓടാൻ നമുക്ക് ആ സമയത്ത് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആപ്സ് നന്നായിട്ട് സ്ട്രെങ്ത് ഉണ്ടാക്കി കൊണ്ടുവരണം. എന്നാലാണ് നമുക്ക് നന്നായിട്ട് ഓടാൻ ലാസ്റ്റ് ടൈമിലൊക്കെ ഓടാൻ. നമ്മൾ സാധാരണ റണ്ണിങ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡ്യൂറൻസ് കൂടുതലുണ്ടാവുള്ളൂ. നമ്മളൊന്ന് സ്പീഡാക്കി ചെയ്യണമെങ്കിൽ അതിന് നമ്മുടെ ഈ ആപ്സിൻ്റെ അവിടെ നന്നായിട്ട് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ആഴ്ചയിൽ ഒരു ദിവസം നമ്മളത് കോർ എക്സസൈസ് വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ഈ കോബ്ര സ്ട്രെച്ചിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ അവിടെ ആപ്സ് ചെയ്ത് ടൈറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെച്ചിങ് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ആ ഭാഗത്തൊക്കെ നല്ല പെയിൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണതാണ് പുള്ളപ്പ്. പുള്ളപ്പിൻ്റെ കൂടെ പുഷപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കൈ പവർ ആക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ കാലുകൾ സ്റ്റിഫായിട്ട് ഓടാൻ പറ്റാത്ത, സ്ട്രെയിറ്റ് ലെങ്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റിഫാകും. അത് കുറേ പേർക്ക് ഉണ്ടാവാറുണ്ടാവും. അപ്പം അത് നമ്മുടെ ആം ആക്ഷൻ വന്ന്, കയ്യിന് പവർ ഉണ്ടെങ്കിൽ ആം ആക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാലിന് സ്ട്രെയിറ്റ് ലെങ്ത് വരും. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈയും കൂടി പവറാക്കി കൊണ്ടുവരാൻ പറയണത്. അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണത് നല്ലതാണ്. നമ്മുടെ മെന്റലി സ്ട്രെങ്ത് ഉണ്ടാവാൻ കൈ പവർ ആക്കണത് ഏറ്റവും നല്ലതാണ്.